നമസ്കാരം, വേണു പരമേശ്വറാണ്. ഇന്ന് എന്റെ കൂടെ അതിഥിയായുള്ളത് മുൻ വനിതാ കമ്മീഷൻ അംഗവും പൊതുപ്രവർത്തകയും സജീവ സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ ഷാക്കിദ കമാലാണ്. നമസ്കാരം മേഡം. നമസ്കാരം. മൊബൈലിൽ കാണുന്നത് മാത്രമാണ് ലോകം, ഈ ചതുരപ്പെട്ടിക്കകത്തേക്ക് ലോകം മാറി. അതാണ് റിയാലിറ്റി എന്ന് കരുതിയാണ് നമ്മുടെ കുട്ടികൾ, നമ്മൾ ആദ്യം പറഞ്ഞ ഒരുപക്ഷെ സൂയിസൈഡ് എന്ന് പറയുന്ന ആ ഒരു ഘടകത്തിലേക്ക് വരെ അത് ഒന്ന് ഈ കുട്ടികൾക്ക് അവർക്ക് ഈ ഒരു ജീവിത വിദ്യാഭ്യാസമില്ല. അതൊരു പ്രധാന കാരണമാണ്. നാം കൂട്ടുകുടുംബമായിരിക്കുന്ന സമയത്തും വൈകിട്ട് പ്രായമുള്ള ആളുകളെല്ലാം കവലകളിൽ ചായക്കടയിൽ ഇരുന്നും ആ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. സ്ത്രീകളാണെങ്കിലും വൈകിട്ട് ജോലി ഒതുങ്ങിയിട്ട് എല്ലാവരും തൊട്ടടുത്ത, ഇന്ന് വീടുകൾ മാത്രമല്ല മതിൽക്കെട്ടുകൾക്കുള്ളിൽ, മുറിക്കകത്ത് ഓരോ മുറികളും മതിൽക്കെട്ടുകളായി, ഓരോ തുരുത്തുകളായി മാറി. അപ്പം അങ്ങനെ ചർച്ച ചെയ്ത് സമൂഹത്തിന്റെ നന്മ തിന്മകളെ ചർച്ച ചെയ്യുകയും അത് കുട്ടികളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത പഠനം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. ഇന്ന് നമ്മളെല്ലാം കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടണം, അവർക്ക് ജോലി മേടിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് അതിനകത്ത് നമ്മൾ പേരൻസും ഉത്തരവാദികളാണ്. നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല, നമ്മളും ഉത്തരവാദികളാണ്. നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് നമ്മുടെ കാലുകൾക്കും വേഗത കൂട്ടുകയാണ്, നമ്മുടെ മനസ്സുകൾക്കും വേഗത കൂട്ടുകയാണ്. പക്ഷെ അവിടെ നഷ്ടപ്പെടുന്ന ജീവിതത്തിൽ ഇപ്പൊ കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. എന്താ കാരണം? പ്രണയിക്കുന്നയാള് സ്ത്രീധനം ചോദിച്ചു. ആ പ്രണയിക്കുന്നവൻ സ്ത്രീധനം ചോദിച്ചപ്പോൾ പോടാ എന്ന് പറയാനുള്ള ആർജവവും ധൈര്യവും ആ പെൺകുട്ടിയുടെ മനസ്സിനില്ല. അത് കേട്ടപ്പോൾ തളർന്നു പോകുന്ന ഒരു 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 പിഞ്ചു മനസ്സായി എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കേണ്ട എത്രയോ പേരുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പിന്നെ സ്ത്രീധനം ചോദിച്ച ആളിനോട് പൊരുതി അവനെ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി സ്ത്രീധനം ചോദിച്ചു എന്നേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞില്ല. നീ പോടാ എന്ന് പറയാൻ ആർജവം കാണിക്കണ്ട. അപ്പം ഇവർക്ക് ആത്മവിശ്വാസവും ആർജവും ഉൾക്കരുത്തുമില്ല. അതായത് പ്രതിസന്ധികളെ തരണം ചെയ്യാനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളൊരു പോംവഴി സ്വയം തേടാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കൂട്ടുകുടുംബമായിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം 10ാം ക്ലാസ്സോ പ്രീ ഡിഗ്രിക്കോ ഒക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും ഋതുമതിയാവുന്നത്. അന്ന് ഇതുപോലെ നമ്മള് സ്കൂൾ ബസ്സിലൊന്നും വന്ന് വരാന്തയിൽ ഇറങ്ങുമല്ലോ. നമ്മൾ കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച്, അന്ന് പീഡനമേ ഇല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്, ഒരുമിച്ചാണ് അവർ നടന്ന് കിലോമീറ്ററുകളോളം നടന്നു വരുന്നത്. അത് വീടുകളിൽ ഇല്ലാത്ത പ്രദേശത്തൂടെ നടന്നു വരുന്നു. അന്നൊന്നും പീഡനം എന്നൊരു വാക്ക് പോലും നമ്മൾ ആരും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഞങ്ങളൊക്കെ രാവിലെ ഒരു 6 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. തിരിച്ചും വൈകിട്ടും 6 കിലോമീറ്റർ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഓരോരുത്തരും അവരവരെ വീടിനടുത്തെത്തുമ്പോൾ അങ്ങ് കയറും പോകും. അങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അന്നും ഈ നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടി ഇപ്പൊ സ്കൂളിൽ വെച്ചിട്ട് അവള് ഋതുമതിയായി, അല്ലെങ്കിൽ അവള് മെൻസസ്സായി, ആദ്യമായിട്ട് മെൻസസ്സായിട്ട് വരുമ്പോൾ ആ കുട്ടി ദൂരെ നിന്ന് നടന്നു വരുമ്പോഴേ ആ വീട്ടിലൊരു മുത്തശ്ശി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി നടന്നു വരുമ്പോൾ അവളുടെ ശാരീരികമായ ഒരു മാറ്റം അവർക്ക് ദർശിക്കാൻ കഴിയും. അവരവിടെ നിന്നുകൊണ്ട് പറയും, അവരെ മോളെ വിളിച്ചിട്ട് ശാന്തേ, അല്ലെങ്കിൽ മാജിദ, അല്ലെങ്കിൽ അന്നമ്മേ എന്ന് വിളിച്ചിട്ട് നീ കൊച്ചിനെ വിളിച്ചോണ്ട് വന്ന് അകത്തുകൊണ്ട് നോക്കിയാണ് കൊച്ചിന് എന്തോ ഒരു മാറ്റം കാണുന്നു. കൊച്ചിന്റെ വരവത്ര അവള് വളരെ ക്ഷീണിച്ച വശം, അത് കറക്റ്റ് ആയിരിക്കും. ആ മുത്തശ്ശിയുടെ ഉൾക്കാഴ്ച, ആ കുഞ്ഞിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഉൾക്കാഴ്ച വളരെ കൃത്യമായിരിക്കും. ഇന്ന് മകൾക്ക് വയറുവേദന എടുത്ത് ആശുപത്രിയിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് ഡെലിവറിയുടെ സമയമായി എന്ന് പറയുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കഴിയുന്ന അമ്മയെ നമ്മൾ കാണുന്നു. എറണാകുളത്ത് സ്വന്തം മകൾ ഒരു ഫ്ലാറ്റ്, മുറ്റത്തൊന്നും അല്ല, ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന്. ആ ഫ്ലാറ്റിനുള്ളിൽ പ്രസവിച്ച് ജനാലയിലൂടെ കുട്ടിയെ പുറത്തെറിഞ്ഞിട്ടും അമ്മ അറിഞ്ഞില്ല എന്ന് പറയുന്ന കാലഘട്ടവും, ദൂരെ നിന്ന് വരുന്ന മകൾ പ്രായപൂർത്തിയായെങ്കിൽ അത് ദൂരെ നിന്ന് തന്നെ പറയുന്ന മുത്തശ്ശിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ട്. അത് നമ്മുടെ വീടുകളിൽ വളരെ വലിയൊരു ഗ്യാപ്പാണ്. അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ വീടുകളിൽ ഇന്ന് ആശയവിനിമയമില്ല, ഒരുമിച്ചിരിക്കലില്ല. എല്ലാവരും തിരക്കേറിയ ജീവിതമാണ്. എല്ലാവരും വരുന്നു, ചിലർ ടി വിയുടെ മുന്നിൽ പോകുന്നു, ചിലർ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോകുന്നു. എല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന? നമ്മൾ പണ്ട് കൂട്ടുകുടുംബത്തില് അന്ന് മക്കളും കുറെ ഉണ്ട്, എല്ലാവരും കൂടി ഇരിക്കും. വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് വീട്ടിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്യും. ഈ ചർച്ച ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് അവിടുത്തെ 10 വയസ്സുകാരിയോ 12 വയസ്സുകാരനോ നിൽക്കുന്നത്. ഇത്
കളിക്കുമ്പോഴും അവൻ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പൊ അവന്റെ മനസ്സിൽ അത് പതിയുകയാണ്. ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അവൻ കണ്ടും കേട്ടും മനസ്സിലാക്കുകയും അറിഞ്ഞും അവൻ വളരുകയാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് നിഷ്പ്രയാസം പരിഹരിക്കാനുള്ള ഒരു അറിവ്, ഒരു ആത്മവിശ്വാസം, ഒരു ഉൾക്കരുത്ത് അവര് നേടുകയാണ്. ഇന്ന് നമ്മൾ മത്സരമാണ്, മത്സര പരീക്ഷകളിലൂടെ നമ്മൾ ഒരു വിദ്യാലയത്തിൽ കിട്ടുന്നതിനേക്കാളും വലിയൊരു പാഠമായി അതില്ലാതായി. ഇന്ന് അയൽവക്കങ്ങൾ തമ്മിൽ പോലും ഒരു ബന്ധമില്ല. എന്നിട്ട് നേരത്തെയൊക്കെ നമ്മളിപ്പം വീട്ടിലൊരു കൊച്ചുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പറയണ്ട, ഞാൻ ഇന്നടത്തോട്ട് പോവാണേ, കൊച്ചൊറ്റയ്ക്കേ ഉള്ളേ. ആ വീട്ടിൽ ഒരാൾ കടന്നു വന്നാൽ അപ്പുറത്തെ വീട്ടുകാർ ദൂരെ നിന്ന് തന്നെ വീക്ഷിക്കും. ആ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ ആ അടുത്ത വീട്ടില് ഒരാൾ, ഒരു പ്രായമുള്ള ഒരാൾ ആ വീട്ടിൽ ചെല്ലും. എന്താ വന്ന, എന്തിനാ വന്ന കാര്യം. ഇന്ന് അങ്ങനെയാണ് ചെന്ന് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ കാര്യം, എന്റെ വീട്ടിലെ ആളുകൾ വരും എന്ന് പറയുന്ന ആ ഒരു അകൽച്ചയുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ കുടുംബം ഭദ്രത നഷ്ടപ്പെടുന്നു, കുടുംബം തകർന്നു പോകുന്നു. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഉണ്ടായ മറ്റൊരു അനുഭവം പറയാം. ഒരു ദിവസം കൊല്ലത്തൊരു പോലീസ് സ്റ്റേഷൻ, ഞാൻ പോലീസ് സ്റ്റേഷന്റെ പേര് പറയുന്നില്ല, ഞാൻ കമ്മീഷനിലിരിക്കുന്ന സമയത്താണ് രാവിലെ എനിക്കൊരു ഫോൺ വരുന്ന. ഒരു സ്ത്രീ പിന്നെ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു, അവരുടെ കാമുകനെ തേടി വന്നതാണ് എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ഒരു കാമുകനെ തേടി വന്നതാണ്. ഈ വന്നത് ഒരു 10-30 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, വീട്ടമ്മയാണ് വന്നത്. അവരും കല്യാണം കഴിച്ച് 2 മക്കളും ഉണ്ട്. ഈ തേടി വന്നയാളും കല്യാണം കഴിച്ച് മക്കളും ഉള്ളതാണ്. ഇതൊരു ടൈം പാസ് ആയിട്ട് അങ്ങാണ്ട് ഇയാൾ തുടങ്ങിയതാണ്. ഇവരത് ഗൗരവമായിട്ടെടുത്ത് ഇയാളെ തേടി വരികയാണ്. വന്ന് അവസാനം പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നു. ഇയാളെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഞാനും ഇടപെട്ടു ആ വിഷയത്തിനകത്ത്. ഇയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അവര് സമ്മതിക്കുവോ? ഇവര് അവിടെ നിന്ന് ഇറങ്ങി ഫേക്ക് ഐ ഡി ഉപയോഗിച്ചിട്ട് ഇവരുമായിട്ട് ചാറ്റ് ചെയ്തതാണ്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, ചാറ്റ് എന്ന് പറയുന്ന ഒരു ചീറ്റിംഗ് ആണ്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചാറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ അവസാനം ആ സ്ത്രീയെ തിരിച്ച് പറഞ്ഞു വയ്ക്കാൻ അവരെ ഭർത്താവ് അവിടെ കയറ്റുമോ? വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പിന്നെ അവരെ തിരിച്ചയച്ചത്. അതൊരു സംഭവം. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ പ്രൊഫൈൽ പിക്ചർ കണ്ട് പ്രണയിച്ച് ഒരു പെൺകുട്ടി പ്രണയിച്ചു. അതൊരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇയാളെ തേടി അവിടെ ചെന്നു. ഇതെല്ലാം കമ്മീഷനിൽ ഇരുന്നപ്പോൾ വന്ന കേസുകളാണ്. അവിടെ ചെന്ന് പോലീസ് ഇയാളുടെ നമ്പർ എടുത്തു, ഇയാളെ വിളിച്ചു. ഇയാള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളെ കണ്ടതും പെൺകുട്ടി ബോധം കെട്ട് വീണു. 10-60 വയസ്സുള്ള കറുത്ത് മെലിഞ്ഞ, കറുപ്പൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഈ പെൺകുട്ടി കണ്ട പ്രൊഫൈൽ ചിത്രത്തിലുള്ള മമ്മൂട്ടിയോ ഷാറൂഖ് ഖാനോ മോഹൻലാലോ ഒന്നുമല്ല കണ്ടത്. അയാളെ കണ്ട് ഈ കുട്ടി ബോധം കെട്ട് വീണു. അപ്പൊ അങ്ങനെ അത് എന്തെല്ലാം ചതിക്കുഴികൾ ഉണ്ടായിട്ടും പിന്നെയും പ്രശ്നങ്ങളിൽ വീഴുന്നു. പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അവൻ ചാറ്റ് ചെയ്തനുസരിച്ച് ഒരു വീട്ടമ്മ മക്കളെയും ഭർത്താവിനെ വീട്ടിച്ച് അവനോടൊപ്പം ജീവിക്കാനായിട്ട് വന്നപ്പോ 14 വയസ്സുകാരൻ മേശക്കടി കയറി വിളിച്ചു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. 10ാം ക്ലാസ്സിന് മറ്റു പഠിക്കുന്ന കുട്ടിയാണ്, തമാശക്ക് ചെയ്തൊരു കാര്യം. അതാണ് അവൻ കുട്ടികളിയായിട്ട് ചെയ്തതാണ്. ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയം. ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു നല്ല ശതമാനം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ്. ഈ അടുത്ത സമയത്ത് വന്ന ഒരു തെറ്റായ വാർത്ത, ഈ വാർത്ത അമേരിക്കയിലും മറ്റോ നടന്നൊരു വാർത്തയാണ്. അത് എൻ്റെ വീടിന് അടുത്തുള്ള ഒരു സ്ത്രീ, ഒരു 10-68 വയസ്സുണ്ട്. വർത്തമാനത്തിനിടയിൽ അവരിത് എന്നോട് പറഞ്ഞു, നമ്മളിതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു, അത് തെറ്റായ ഒരു വാർത്തയാണ്. അല്ല, അത് ഞാന് പിന്നെ മൊബൈലിൽ കണ്ട വാർത്തയാണ്, യൂട്യൂബ് പറയാൻ അറിയത്തില്ല, മൊബൈലിൽ കണ്ട വാർത്തയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മൊബൈലിൽ ആരാ ഈ വാർത്ത ഇടുന്ന? അതെനിക്കറിയത്തില്ല, പക്ഷെ മൊബൈലിൽ വന്നാൽ അത് സത്യമാണ്. ഞാൻ പറഞ്ഞു, മൊബൈലിൽ വാർത്ത ഇടുന്നത് നിങ്ങൾക്കും ഇടാം, എനിക്കും ഇടാം, ആർക്കും ഇടാം. എനിക്ക് നിങ്ങളെ കുറിച്ചൊരു മോശം വാർത്ത ഇടണമെങ്കിൽ അത് എനിക്കിടാം. അത് സത്യം പറഞ്ഞാൽ ഈ സമൂഹ മാധ്യമങ്ങൾക്കൊരു നിയമം കൊണ്ടൊരു നിയന്ത്രണം അനിവാര്യമാണ്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ, ഇതിനൊക്കെ ഒരു നിയമം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കൊരു IT നിയമം വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പം ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്ന പെൺകുട്ടി സൂയിസൈഡ് ചെയ്തതും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുള്ള അറ്റാക്ക് മൂലമാണ്, സൈബർ അറ്റാക്ക് മൂലമാണ്. അങ്ങനെയാണ് അതിന്റെ കാരണമായിട്ട് കാണുന്നത്. അപ്പം ഒരു കൂട്ടത്തോടെയുള്ള ഈ വെട്ടുകിളികളാണ് ഇവരൊക്കെ. ഈ കൂട്ടത്തോടെ വെട്ടുകിളികളെല്ലാം കൂടെ പോയിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ
എത്ര കരുത്തുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് വേറൊന്നും, കാരണം എത്രയെന്നും പറഞ്ഞത് പിടിച്ചു നിൽക്കാൻ പറ്റും ആ കുട്ടി. അപ്പം അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടം, അത് ഒരു പെൺകുട്ടിയല്ല, 100 പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും അത്തരത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മൂക്കേറിടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. മൂക്കേറിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്ന സങ്കല്പം പോകും, നമ്മുടെ കുടുംബം എന്ന സങ്കല്പം പോകും, നമ്മളൊക്കെ എന്താ സംസ്കാരമുള്ള മനുഷ്യൻ എന്ന സങ്കല്പം പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറയ്ക്കും ഉണ്ട് ഒരു പ്രശ്നം. നമ്മുടെ രക്ഷിതാക്കള് ആ ഒരു കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സമാനമായിട്ടുണ്ടായുള്ള സംഭവങ്ങളിൽ ഈ 15 വയസ്സിലോ 16 വയസ്സിലോ ഒക്കെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ റീൽസോ ഒക്കെ ഇട്ടിട്ട് അതിന് സാമ്പത്തികമായി ഒരു ഇൻകം കിട്ടും. യൂട്യൂബിൽ നിന്നൊക്കെ ഇൻകം ഉണ്ട്. അപ്പൊ ആ ഇൻകം കൂടി ഒരു 15 വയസ്സോ 18 വയസ്സോ ഉള്ള ഒരു കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഫലപ്രദമായിട്ട് സാമ്പത്തികമായിട്ട് ഈ കാര്യങ്ങൾ വിനിയോഗിക്കണമെന്ന് അവനറിയില്ല, അവൾക്കറിയില്ല. അപ്പൊ ഈ ഇൻകം കിട്ടുമ്പോൾ സ്വാഭാവികമായും ആ വീട്ടുകാര് ഒരു പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒരു സപ്പോർട്ട് ഈ കുട്ടിക്ക് കൊടുക്കും ഇത് തുടരാൻ. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കണം. അതാണ് ഈ അതിനകത്തൊരു വസ്തുത വെച്ചാൽ, ഈ പറഞ്ഞ കണക്ക് നമ്മള് ഒരു സാമൂഹ്യപരമായ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വിഷയമുണ്ടായി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾക്ക് വേണ്ടിയിട്ടോ നമ്മളൊരു വീഡിയോ ഇട്ട് നോക്ക്, ഒരാളും കാണില്ല, ഒരാളും അത് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല, അത് ഷെയർ ചെയ്യത്തില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മള് എന്തെങ്കിലും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട്, വെറുതെ പച്ച തെറി വിളിച്ചുകൊണ്ട്, അശ്ലീലം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പോസ്റ്റ് ഇട്ട് നോക്ക്, അത് കാണാൻ ലക്ഷക്കണക്കിന് വ്യൂസാണ് കാണുന്നത്. പക്ഷെ ഇതിനകത്ത് വരുന്നൊരു അപകടം എന്ന് പറഞ്ഞാല്, നമ്മൾ ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ, ഇപ്പൊ ഈ ഒരു 10 20 നമ്മൾ 18 വയസ്സാകുമ്പോൾ നമുക്ക് വോട്ടവകാശമുണ്ട്, നമ്മൾ പ്രായപൂർത്തിയായി. പക്ഷെ ഈ 18 വയസ്സെന്നൊക്കെ പറയുമ്പോൾ വളരെ അപകടം പിടിച്ച പ്രായമാണ്. ഈ നമുക്ക് ഈ കുട്ടികൾ ഈ പറഞ്ഞ കണക്ക് ഒരു ഇൻകം കൈ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് ഇത് വിനിയോഗിക്കേണ്ടതെന്ന് അറിയാതെ അത് വിനിയോഗിക്കാൻ വേണ്ടി വീണ്ടും പോകുന്നത് തെറ്റായ വഴികളിലൂടെയാണ്. തെറ്റായ വഴികളിലൂടെ പോയി ഇത് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ തന്നെ ഒരു നിയന്ത്രണം വേണം. ഇപ്പൊ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാണെങ്കിൽ അതിന് ഒരു ലൈസൻസ് എടുക്കണം, അത് ഇത്ര പ്രായത്തിലായിരിക്കണം, ഒരു മിനിമം ഒരു ഏജ് വെക്കണം, അതിനകത്ത് ഒരു സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ കൃത്യമായ ഒരു നിരീക്ഷണവും ഒരു വിലയിരുത്തലും ഉണ്ടാകണം, അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകണം. അതെല്ലാം വന്നില്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ ജീവൻ എടുക്കുന്ന ഒരു കാലത്തേക്ക് പോകും.